Good morning, my dear students. Today our topic, then rights of a banker. പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് റൈറ്റ്സ് ഓഫ് എ ബാങ്കർ എന്ന് പറഞ്ഞാൽ 3 തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നു. റൈറ്റ് ഓഫ് ജനറൽ ലെയിൻ, റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ആൻഡ് കമ്പൈൻഡ് അക്കൗണ്ട്സ് ആൻഡ് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ. ഇത്തരത്തിലുള്ള റൈറ്റ്സ് ഒരു ബാങ്കർക്കും, ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിൽ ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നമ്മൾ പഠിക്കുന്ന ദെൻ നെക്സ്റ്റ് റൈറ്റ്സ് ഓഫ് എ ബാങ്കർ എന്ന് പറയുന്നത് ദെൻ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ആൻഡ് കമ്പൈൻ അക്കൗണ്ട്. സെക്കൻഡ് റൈറ്റാണ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്. അക്കൗണ്ട്സ് തമ്മിൽ സെറ്റ് ചെയ്യാനുള്ള ബാങ്കറുടെ റൈറ്റ്സിനെയാണ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. A debtor has a statutory right to set off any money due by the creditors to him before the debtor is required to pay the creditor claim. That means the mutual claim of debtor and creditor are adjusted together and only the balance amount is payable by the debtor. അതായത് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ആൻഡ് കമ്പൈൻ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്, ചിലപ്പോൾ 1-2 അക്കൗണ്ട്സ് ചിലപ്പോൾ ഒരു കസ്റ്റമർക്ക് ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ മ്യൂച്വലി അവർ സമ്മതിക്കുന്ന പക്ഷം എന്ത് ചെയ്യാവുന്നതാണ്, 2 അക്കൗണ്ടും കൂടെ സെറ്റിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയെന്ന് പറഞ്ഞാൽ, ഒരു എ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പേഴ്സണൽ ലോൺ എടുത്തിട്ടുണ്ട്. സെയിം ടൈം അയാളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ യാതൊരു ബാലൻസും ഇല്ല, പക്ഷേ കറണ്ട് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആ എമൗണ്ട് അവരുടെ സമ്മതപ്രകാരം അതെടുത്ത് ഇവിടേക്ക് സെറ്റിൽ ചെയ്യാനും അതേസമയം ബാക്കി എമൗണ്ട് അടയ്ക്കാനുള്ളൊരു അധികാരം, അതാണ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും കാരണവശാൽ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ പണയപ്പെടുത്തിയിട്ടുള്ളൊരു പ്രോപ്പർട്ടി 1 lakh റുപ്പീസിൻ്റെ വാല്യൂ ആണ് പണയപ്പെടുത്തിയിരിക്കണമെന്ന് വെച്ചാലും ആ പ്രോപ്പർട്ടിക്ക് 1,50,000 റുപ്പീസ് മാർക്കറ്റ് വാല്യൂ ഉണ്ടെന്നുണ്ടെന്ന് വെച്ചാൽ സെയിൽ ചെയ്യാമെന്നുണ്ടെന്ന് വെച്ചാൽ ബാങ്കർക്ക് 1 lakh മാത്രം പിടിച്ചെടുക്കാനുള്ള അധികാരമേ ഉള്ളൂ. ബാക്കി 50,000 ആർക്ക് കൊടുത്തിരിക്കണം, കസ്റ്റമർക്ക് തന്നെ കൊടുത്തിരിക്കണം എന്ന് പറയുന്ന പോലെ. അങ്ങനെ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് അങ്ങനെ ചെയ്യാനുള്ള അധികാരമാണ്, അവിടെയാണ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ശരിക്കും അതിൻ്റെ ആക്ച്വൽ 80,000 മാത്രമാണ് സെയിൽ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള വാല്യൂ ഉള്ളുവെങ്കിൽ ബാങ്കറെ സംബന്ധിച്ചിടത്തോളം ബാക്കി 20,000 കൂടെ കസ്റ്റമറിൽ നിന്ന് ഈടാക്കാനുള്ള അധികാരം, അതൊക്കെയാണ് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇവിടെ എ ഡെപ്റ്റർ ഹാസ് എ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ടു സെറ്റ് ഓഫ് എനി മണി ഡ്യൂ ബൈ ദ ക്രെഡിറ്റേഴ്സ് ടു ഹിം ബിഫോർ ദ ഡെപ്റ്റർ ഈസ് റിക്വയർഡ് ടു പേ ദ ക്രെഡിറ്റേഴ്സ് ക്ലെയിം. ഇൻ അതർ വേർഡ്സ്, ദ മ്യൂച്വൽ ക്ലെയിം of debtor and creditor are adjusted together and only the balance amount is payable by the debtor. ബാക്കി അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ബാലൻസ് എമൗണ്ട് ആണുള്ളത് വെച്ചാൽ അത് സെറ്റിൽ ചെയ്യാനുള്ള ആവശ്യപ്പെടാനുള്ള അധികാരം ആർക്കുണ്ട്, ബാങ്കർക്കുണ്ട്. Banker has a right to set off the account. Set off can be exercised by banker in the absence of an agreement to the contrary. This right enables the banker to adjust a debit balance in the customer's account with any credit balance in that customer's account. Normally the bank shall give a notice before exercising the right of set off. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസും മറ്റൊരു അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസും ആണെങ്കിൽ ഈ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും സെറ്റ് ഓഫ് ചെയ്യാനുള്ള അധികാരം ബാങ്കർക്കുണ്ട്. പക്ഷേ ആ അധികാരം എക്സസൈസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആരെ ഇൻഫോം ചെയ്തിരിക്കണം, കസ്റ്റമറെ ഇൻഫോം ചെയ്തിരിക്കണം. Normally the bank shall give a notice before exercising the right of set off. X taken overdraft in 1 lakh and has credit balance in his savings account to the extent of rupees 20,000. The banker can combine both these accounts and claim the balance amount of rupees 80,000 only. ഈ ഒരു സിറ്റുവേഷനിലെ ബാങ്കർക്ക് അയാളുടെ കറൻറ്റ് അക്കൗണ്ടിൽ 1 lakh റുപ്പീസിൻ്റെ ഓവർഡ്രാഫ്റ്റ് കൊടുക്കുകയും എന്നാൽ അദ്ദേഹത്തിൻ്റെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ 20,000 മാത്രമാണ് ഉള്ളതെങ്കിൽ, ആ രീതിയിലാണുള്ളതെങ്കിൽ ബാങ്കർക്ക് കസ്റ്റമറെ ഇൻഫോം ചെയ്തതിന് ശേഷം ആ 20,000 സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് കറണ്ട് അക്കൗണ്ടിലെ ഡെബിറ്റ് ബാലൻസ് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ബാക്കി 80,000 മാത്രമാണ് പിന്നീട് ഡെപ്റ്ററോട് ക്ലെയിം ചെയ്യാനുള്ള ആ ഒരു റൈറ്റ്, അത് ബാങ്കർക്ക്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. അക്കൗണ്ട്സ് സെറ്റ് ഓഫ് ചെയ്യാനുള്ള റൈറ്റ് ബാങ്കർക്കുണ്ട്.
ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, ബാങ്കർക്ക് ഏതൊക്കെ തരത്തിലുള്ള അധികാരങ്ങളുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള അവകാശങ്ങളുണ്ട്. അപ്പോൾ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യാനുള്ള അധികാരം ബാങ്കർക്കുണ്ട്. അവിടെ ആ അധികാരം നമ്മൾ പറയുന്നത് എന്താ, ഡെബിറ്റ് ബാലൻസ്, ഒരു അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസും ഒരു അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസും ആണെങ്കിൽ ആ ഡെബിറ്റ് ബാലൻസ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ക്രെഡിറ്റ് ബാലൻസ് കിടക്കുന്ന അക്കൗണ്ടിലെ ക്രെഡിറ്റ് ബാലൻസും കൂടെ സെറ്റ് ഓഫ് ചെയ്തുകൊണ്ട് അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യാനുള്ള ബാങ്കറുടെ അധികാരത്തെയാണ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ആൻഡ് കമ്പൈൻ അക്കൗണ്ട്സ് എന്നുള്ള പേരിൽ പറയുന്നത്. ദ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ക്യാൻ ബി എക്സസൈസ്ഡ് ബൈ എ ബാങ്കർ സബ്ജക്റ്റ് ടു ദ ഫോളോയിങ് കണ്ടീഷൻസ്. നമുക്ക് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ബാങ്കർക്ക് ഈ ഒരു റൈറ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക? അതായത് ദ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ക്യാൻ ബി എക്സസൈസ്ഡ് ബൈ എ ബാങ്കർ സബ്ജക്റ്റ് ടു ദ ഫോളോയിങ് കണ്ടീഷൻസ്. താഴെ പറഞ്ഞിരിക്കുന്ന ചില കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്യുമ്പോൾ മാത്രമാണ് ബാങ്കർക്ക് ഇത്തരത്തിൽ സെറ്റ് ഓഫ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് ആ സിറ്റുവേഷൻസ് എന്നാണ്. ഫസ്റ്റ് കണ്ടീഷൻ, ഇപ്പോൾ ഈ അക്കൗണ്ട്സ് ഒരു ഡെബിറ്റ് ബാലൻസും ഒരു ക്രെഡിറ്റ് ബാലൻസും സെറ്റ് ഓഫ് ചെയ്യാൻ ബാങ്കർക്ക് അധികാരം ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒരു അധികാരം ഉണ്ടെങ്കിൽ അത് ഏത് സിറ്റുവേഷനാണ്, എന്തൊക്കെ കണ്ടീഷൻസ് ആണ് അതിനുള്ളത്? ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ദ അക്കൗണ്ട്സ് മസ്റ്റ് ബി ഇൻ ദ സെയിം നെയിം ആൻഡ് ഇൻ ദ സെയിം റൈറ്റ്. അതായത് അക്കൗണ്ട് മസ്റ്റ് ബി ഇൻ സെയിം നെയിം ആൻഡ് സെയിം റൈറ്റ്. ഇവിടെ ദ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ദ അക്കൗണ്ട് വിത്ത് ദ ബാങ്കർ മസ്റ്റ് ബി ഇൻ ദ സെയിം നെയിം ആൻഡ് ഇൻ ദ സെയിം റൈറ്റ്. സെയിം റൈറ്റ് മീൻസ് ദ അക്കൗണ്ട്സ് ആർ ഓപ്പറേറ്റഡ് ബൈ ദ പേഴ്സൺ ഇൻ ദ സെയിം കപ്പാസിറ്റി. ദെൻ അവിടെ പറയുന്നത് സെയിം നെയിം ആൻഡ് സെയിം റൈറ്റ്. അതായത് എ എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സെയിം നെയിമിൽ തന്നെയാണ് മറ്റൊരു അക്കൗണ്ടും ഉണ്ടായിരിക്കേണ്ടത്. അതായത് ഒരു കറണ്ട് അക്കൗണ്ട് എയുടെ പേരിലുണ്ട്, അയാളുടെ പേരിൽ തന്നെ സേവിങ്സ് അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ടിൻ്റെ ഓവർ ഡ്രാഫ്റ്റ് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി സേവിങ്സ് അക്കൗണ്ടിലെ ബാലൻസ് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. അവിടെ രണ്ട് അക്കൗണ്ടും ഒരാളുടെ പേരിൽ തന്നെയാണ് എന്ന് പറയുന്നതിനെയാണ് സെയിം നെയിം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സെയിം റൈറ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് അക്കൗണ്ടും ഓപ്പറേറ്റ് ചെയ്യാനുള്ള അയാളുടെ റൈറ്റ് എന്ന് പറയുന്നതും സെയിമാണ്. കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള റൈറ്റും അതേസമയം സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ റൈറ്റും ഒരുപോലെയാണ് എന്നർത്ഥം. അപ്പോൾ ദെൻ അവിടെ സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ ഒരു ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് സെയിം നെയിം ആൻഡ് സെയിം റൈറ്റ് എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം പിന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാനുണ്ട്. ചിലപ്പോൾ എ എന്ന് പറയുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം സേവിങ്സ് അക്കൗണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്, കറണ്ട് അക്കൗണ്ട് ഉണ്ട്. അതുമല്ലെങ്കിൽ പിന്നെ നമ്മളെന്താ പറയുക, ഒരു ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ട്. ജോയിൻ്റ് അക്കൗണ്ടിലാണ് ആ ബാലൻസ് കിടക്കുന്നതെങ്കിൽ ബാങ്കർക്ക് എന്ത് ചെയ്യാനായിട്ട് പാടില്ല, സെയിം റൈറ്റ് അല്ല കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? എയും ബിയും സിയും കൂടെ തുടങ്ങിയിട്ടുള്ള ഒരു ജോയിൻ്റ് അക്കൗണ്ടിൽ നിന്ന് അവിടെ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ എയുടെ ഈ ബാലൻസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി, ഡെബിറ്റ് ബാലൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ജോയിൻ്റ് അക്കൗണ്ടിൽ എമൗണ്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതാണ് അവിടെ പറയുന്ന പോയിൻ്റ്. അവിടെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെയുള്ള സെയിം റൈറ്റ് എവിടെ വരുന്നില്ല, ദെൻ ഇത്തരത്തിലുള്ള ജോയിൻ്റ് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള സെയിം റൈറ്റ് വരുന്നില്ല. ഇവിടെ വൺ ഓഫ് ഹിസ് പേഴ്സണൽ കപ്പാസിറ്റി ആൻഡ് ദ സെക്കൻഡ് ഈസ് ദ കപ്പാസിറ്റി ഓഫ് പാർട്ട്ണർ ഇൻ എ ഫേം. ബോത്ത് ദ അക്കൗണ്ട്സ് കനോട്ട് ബി കമ്പൈൻഡ് ആൻഡ് ദ ബാങ്കർ കനോട്ട് എക്സസൈസ് ദ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്. കണ്ടോ, അവിടെ പറയുന്ന പോയിന്റിലെ ബി കമ്പൈൻ ആൻഡ് ദ ബാങ്കർ കനോട്ട് എക്സസൈസ് ദ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്. അത്തരം സിറ്റുവേഷനിലെ ബാങ്കർക്ക് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറയുന്ന റൈറ്റ് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കില്ല. സെയിം നെയിം ആയിരിക്കണം, അതേപോലെ തന്നെ സെയിം റൈറ്റ് ആണെങ്കിൽ മാത്രമേ അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറയുന്ന അക്കൗണ്ട്സ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. Then next point is the right may be exercised in the absence of an agreement to the contrary. Then അവിടെ if there is any express or implied agreement inconsistent with the right of set off, the banker cannot exercise such right. അവിടെ the right may be exercised in the absence of an agreement to the contrary. അതായത് വേറെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കോൺട്രാക്റ്റുകൾ അതിനെ തുടർന്നുണ്ടെങ്കിൽ ബാങ്കർക്ക് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ചെയ്യാനുള്ള അധികാരമില്ല. ദ റൈറ്റ് മേ ബി എക്സസൈസ്ഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എൻ എഗ്രിമെൻറ്റ് ടു ദ കോൺട്രറി. That means if there is an express or implied agreement inconsistent with the right of set off, the banker cannot exercise such a right. അതായത് ഇത് സെറ്റിൽ ചെയ്യാനായിട്ട് ബാങ്കർക്ക് ഉണ്ടായിരിക്കേണ്ട അധികാരത്തെ
പലപ്പോഴും ആ ഒരു അക്കൗണ്ടിലെ എമൗണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു അഗ്രിമെൻറ്റോ ഏതെങ്കിലും ഇംപ്ലൈഡ് ഓർ എക്സ്പ്രസ്ഡ് കോൺട്രാക്റ്റോ ഉണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷനിലെ ബാങ്കർക്ക് റൈറ്റ് ഓഫ് സെറ്റ് ഓഫിനുള്ള അധികാരം ഉണ്ടായിരിക്കില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു 2 അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ആ 2 അക്കൗണ്ടും തമ്മിൽ ക്ലോസ് ചെയ്തുകൊണ്ട് ഒരു അക്കൗണ്ടിലെ ഡെബിറ്റ് ബാലൻസ് മറ്റൊരു അക്കൗണ്ടിലെ ക്രെഡിറ്റ് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് സെറ്റ് ഓഫ് ചെയ്യാം എന്ന് പറയുന്നതാണ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. അതിനുള്ള അധികാരം ആർക്കുണ്ട്? ബാങ്കർക്കുണ്ട്. പക്ഷേ ചില സിറ്റുവേഷൻസിൽ ചില ലീഗലായിട്ടുള്ള ചില ഏതെങ്കിലും കോൺട്രാക്റ്റുകൾ മൂലം ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന രീതിയിലുള്ള എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ് കോൺട്രാക്റ്റുകളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ബാങ്കർക്ക് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. Then third point is the right cannot be exercised in respect of future debt or contingent debt. A banker can exercise the right of set off only in respect of debt already due, but in the respect of future debts or a debt which is contingent in nature. അതായത് നഷ്ടം അല്ലെങ്കിൽ ലോസ് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കരുതിക്കൊണ്ട് സെറ്റ് ഓഫ് ചെയ്യാനുള്ള അധികാരമില്ല. ദെൻ ഈ ഒരു സിറ്റുവേഷനിലെ റൈറ്റ് കനോട്ട് ബി എക്സസൈസ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഫ്യൂച്ചർ ഡെപ്റ്റ്, ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന നഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം തന്നെ അക്കൗണ്ട്സ് സെറ്റ് ഓഫ് ചെയ്യാനുള്ള അധികാരം ആർക്കില്ല? ബാങ്കർക്കില്ല. ഇതാണ് പറയുന്നത്. ഇപ്പം തന്നെ സെറ്റ് ഓഫ് ചെയ്യാനുള്ള അധികാരം ബാങ്കർക്കില്ല. ഓർ കണ്ടീജൻറ്റ് ഡെപ്റ്റ്, ഭാവിയിൽ ഇങ്ങനൊരു ഡെപ്റ്റ് വരാൻ സാധ്യതയുണ്ട് എന്ന് കരുതിക്കൊണ്ട് തന്നെ മുൻകൂട്ടി ചെയ്യാനുള്ള അധികാരം ബാങ്കർക്കില്ല. The banker can exercise the right of set off only in respect of debt already due, but not in respect of future debt or a debt which is contingent in nature. Then fourth one is the amount of debt should be certain. The right of set off cannot be exercised by a banker if the amount debt is not determined exactly. For example, if Mr. X is guarantor for a loan taken by A for rupees 3 lakh, the liability of X depends upon whether A repays the amount of loan or not. Hence, the banker cannot exercise the right of set off. അതായത് ഇവിടെ ദ എമൗണ്ട് ഓഫ് ഡെപ്റ്റ് ഷുഡ് ബി സെർട്ടൈൻ. എമൗണ്ട് ഓഫ് ഡെപ്റ്റ്, അതായത് നമ്മുടെ എമൗണ്ട് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് സെർട്ടൈൻ ആയിരിക്കണം. അങ്ങനെ സെർട്ടൈൻ ആയിരിക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന ഒരാൾ എക്സ് എന്ന് പറയുന്ന ഒരാളുടെ ഗ്യാരണ്ടറായിട്ട് നിൽക്കുകയെന്നുണ്ടെങ്കിൽ, അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയെന്നുണ്ടെങ്കിൽ, ഗ്യാരണ്ടറായിട്ട് നിൽക്കുകയെന്നുണ്ടെന്ന് വെച്ചാൽ എ തിരിച്ചടയ്ക്കാത്ത പക്ഷം എ എന്നൊരു പറയുന്ന ആൾ എക്സ് എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി ഗ്യാരണ്ടറായിട്ട് നിൽക്കുകയാണെങ്കിൽ എക്സ് തിരിച്ചടയ്ക്കാത്ത പക്ഷമാണ് ആർക്ക് റെസ്പോൺസിബിലിറ്റി വരുന്നുള്ളൂ? എ എന്ന് പറയുന്ന വ്യക്തിക്ക് റെസ്പോൺസിബിലിറ്റി വരുന്നുള്ളൂ. അല്ലാത്ത പക്ഷം അത് തിരിച്ചു പിടിക്കാനുള്ള അധികാരം ബാങ്കർക്കില്ല. The next point is the banker has right to exercise the right before the garnishee order is made effective. If a banker receives garnishee order in respect of funds belonging to his customer, he has the right to first to exercise his right of set off and thereafter to surrender the balance amount as per the garnishee order. നമ്മൾ പറയുന്നുണ്ട് ഗാർണിഷി ഓർഡർ മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോർട്ട് ഓർഡറിനെയാണ് നമ്മൾ ഗാർണിഷി ഓർഡർ എന്ന് പറയുന്നത്. ഒരു കസ്റ്റമറുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനുള്ള ചില നിർദ്ദേശം ഏതെങ്കിലും കാരണവശാൽ ഇൻകം ടാക്സിൻ്റെയോ ഏതെങ്കിലും അതോറിറ്റീസിൻ്റെയോ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെയോ ഒക്കെ നിർദ്ദേശപ്രകാരം കോർട്ട് ഓർഡർ പുറപ്പെടുവിക്കുകയാണെന്നുണ്ടെങ്കിൽ ദെൻ അവിടെ എന്തുണ്ടാവാം? ഇത്തരം കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഈ അക്കൗണ്ടിൽ യാതൊരു ട്രാൻസാക്ഷൻസും നടക്കാനായിട്ട് പാടില്ല. അതിനെയാണല്ലോ ഫ്രീസ് ചെയ്യുക എന്ന് പറയുന്നത്, മരവിപ്പിക്കുക എന്നാണ് പറയുക. അത്തരം ട്രാൻസാക്ഷനിലെ ബാങ്കർ ഹാസ് റൈറ്റ് ടു എക്സസൈസ് റൈറ്റ് ബിഫോർ ദ ഗാർണിഷി ഓർഡർ ഈസ് മെയ്ഡ് ഇഫക്റ്റീവ്. ഈ കസ്റ്റമറുടെ പേരിൽ ഏതെങ്കിലും ഒരു ഗാർണിഷി ഓർഡർ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അതേസമയം ഇദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ലോൺ ഡെപ്റ്റ് ഡ്യൂ ആയി നിൽക്കുന്ന പക്ഷം ഈ അക്കൗണ്ട് ബാലൻസ് സെറ്റ് ഓഫ് ചെയ്യാനുള്ള റൈറ്റ് ബാങ്കർക്കുണ്ട്. ഈ അക്കൗണ്ട്, അതായത് ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടുമായി സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം ബാക്കി എമൗണ്ട് മാത്രമാണ് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? അത് ഗാർണിഷി ഓർഡർ പ്രകാരം ഫ്രീസ് ചെയ്യുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് the banker may exercise the right at his direction. The banker may exercise the right at his direction for the purpose of exercising the right of set off. All the branches of a bank are treated as a one unit. That means the banker can combine or two or more accounts in the name of the same customer at more than one branch.
ഇനി അതുമല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിൽ തന്നെ ഒരു അക്കൗണ്ടും അതേപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു ബ്രാഞ്ചിൽ വേറെ അക്കൗണ്ട്സൊക്കെ ആണെങ്കിലും ബാങ്കർക്ക് കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം ആ ബ്രാഞ്ചുകളിൽ നിന്നുള്ള എമൗണ്ട് കളക്ട് ചെയ്തുകൊണ്ട് ലോൺ സെറ്റ് ഓഫ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. The banker may exercise the right at his direction. At his direction എന്ന് പറയുന്നത് കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം. അതായത് ഇപ്പോൾ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ദെൻ ഒരു ബ്രാഞ്ചിൽ ദെൻ അതിന് വേറൊരു ബ്രാഞ്ചിലും അദ്ദേഹത്തിന് അക്കൗണ്ട് ഉണ്ടാവാം. അപ്പോൾ വേറെ ഏതെങ്കിലും ബ്രാഞ്ചിലുള്ള എമൗണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയോ ചെയ്യാം. അങ്ങനെ ചെയ്യാനായിട്ട് ബാങ്കർക്ക് റൈറ്റ് ഉണ്ട്. ആസ് ഹീസ് ഡയറക്ഷൻ, ആരുടെ നിർദ്ദേശപ്രകാരം? കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം ആ അക്കൗണ്ട്സ് ഡെബിറ്റ് ബാലൻസ് വരുന്ന അക്കൗണ്ടുകൾ സെറ്റ് ഓഫ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ദെൻ ബാങ്കർക്കുണ്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. ദ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് ഇതിൽ പറയുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിൽ ആദ്യം നമ്മൾ പഠിച്ചത് എന്താ? റൈറ്റ് ഓഫ് എ ബാങ്കർ. ബാങ്കർക്ക് ഉണ്ടായിരിക്കേണ്ട അധികാരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൈറ്റ് ഓഫ് എ ബാങ്കർ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് റൈറ്റ് ഓഫ് ജനറൽ ലീൻ. ജനറൽ ലീൻ അത് പൊതുവായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ബാങ്കറുടെ അവകാശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൈറ്റ് ഓഫ് ജനറൽ ലീൻ എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ ലീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ജനറൽ ലീൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ എക്സെപ്ഷൻ ടു ദ റൈറ്റ് ഓഫ് എ ജനറൽ ലീൻ. ജനറൽ ലീനിലുള്ള ചില എക്സെപ്ഷൻ കേസുകളെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി സെക്കൻഡാണ് നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്ന ടോപ്പിക്ക്. സെക്കൻഡിൽ എന്താ പറഞ്ഞിരുന്നത്? റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്. റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ആൻഡ് കമ്പൈൻ അക്കൗണ്ട്സ്. അക്കൗണ്ട്സുകളെ കമ്പൈൻ ചെയ്തുകൊണ്ട് സെറ്റ് ഓഫ് ചെയ്യാനുള്ള ബാങ്കറുടെ അധികാരത്തെയാണ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ആൻഡ് കമ്പൈൻ അക്കൗണ്ട്സ് എന്നുള്ള പേരിൽ പഠിക്കുന്നത്. ദെൻ എ ഡെപ്റ്റർ ഹാസ് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ടു സെറ്റ് ഓഫ്. A debtor has a statutory right to set off any money due by the creditors to him before the debtor is required to pay the creditor's claim. That means the mutual claims of debtor and creditor are adjusted together and only the balance amount is payable by the debtor. അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഡെപ്റ്റർ ക്രെഡിറ്റർക്ക് കൊടുക്കാനുള്ള പൈസ അത് കൊടുത്ത് തീർക്കുകയും ബാലൻസ് എമൗണ്ട് തന്നെ ബാക്കി ഡെപ്റ്റർ കൊടുക്കാനായിട്ട് റെസ്പോൺസിബിൾ ആവൂ എന്ന് പറയുന്ന പോയിൻ്റാണ് എന്ത് പറയുന്നത്? റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. അതിന് നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് പറഞ്ഞത് എന്താ? ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസും ഒരു അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസും ഉണ്ടാവും. കറണ്ട് അക്കൗണ്ട് ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസും അതേസമയം സേവിങ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസും കാണിക്കുന്നുണ്ടെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിലെ എമൗണ്ട് എടുത്തുകൊണ്ട് 20,000 ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ 1,00,000 രൂപയാണ് ഓവർ ഡ്രാഫ്റ്റ് എടുത്തിരിക്കണമെങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്യാനുള്ള അധികാരം ബാങ്കർക്കുണ്ട്. അതാണ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. പിന്നെ ബാലൻസ് എമൗണ്ട് ആയിട്ടുള്ള 80,000 മാത്രമാണ് ആർക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പാടുള്ളൂ? ക്രെഡിറ്റർ, അതായത് ബാങ്കർ ആരോട് ആവശ്യപ്പെടാൻ പാടുള്ളൂ? ഡെപ്റ്റർ എടുത്ത് ആവശ്യപ്പെടാനായിട്ട് പാടുള്ളൂ. ഇങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാനുള്ള അധികാരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അവിടെ പറയുന്നത് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ക്യാൻ ബി എക്സസൈസ്ഡ് ബൈ എ ബാങ്കർ സബ്ജക്ട് ടു ദ ഫോളോയിങ്. ചില കണ്ടീഷൻസ് പ്രകാരമാണ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് പാടുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ കണ്ടീഷൻസ് പറയുന്നത്? ദ അക്കൗണ്ട്സ് മസ്റ്റ് ബി ഇൻ ദ സെയിം നെയിം ആൻഡ് ഇൻ ദ സെയിം റൈറ്റ്. അക്കൗണ്ട് എന്ന് പറയുന്നത് സെയിം നെയിമിലായിരിക്കണം. രണ്ട് അക്കൗണ്ടും ഒരാളുടെ പേരിൽ തന്നെയായിരിക്കണം. അതേപോലെ തന്നെ സെയിം റൈറ്റ്. രണ്ട് അക്കൗണ്ടും ഓപ്പറേറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ അധികാരവും സെയിം ആയിരിക്കണം. അതാണ് പറയുന്നത് ദ അക്കൗണ്ട്സ് മസ്റ്റ് ബി ഇൻ ദ സെയിം നെയിം ആൻഡ് സെയിം റൈറ്റ്. ദെൻ സെക്കൻഡ് പോയിന്റിൽ ദ റൈറ്റ് മേ ബി എക്സസൈസ്ഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ അഗ്രിമെൻറ്റ് ടു ദ കോൺട്രറി. വേറെ ഏതെങ്കിലും തരത്തിൽ ഇംപ്ലൈഡ് ഓർ എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ് കോൺട്രാക്റ്റുകളൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് സാധ്യമല്ല? ഇത്തരത്തിൽ സെറ്റ് ഓഫ് ചെയ്യാനായിട്ടുള്ള അധികാരം ബാങ്കറിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഉണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്തിരിക്കണം. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് ദ റൈറ്റ് കനോട്ട് ബി എക്സസൈസ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഫ്യൂച്ചർ ഡെപ്റ്റ് ഓർ കണ്ടീജൻറ്റ് ഡെപ്റ്റ്. ഫ്യൂച്ചറിൽ ഉണ്ടായിരിക്കാവുന്ന ഡെപ്റ്റുകൾക്ക്, ഫ്യൂച്ചറിൽ എന്തെങ്കിലും ബാധ്യതകൾ വരാനായിട്ട് സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പം തന്നെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നതാണ് അവിടെ എന്ത് പറയുന്നത്? ദ റൈറ്റ് കനോട്ട് എക്സസൈസ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഫ്യൂച്ചർ ഡെപ്റ്റ്സ് ഓർ കണ്ടീജൻറ്റ് ഡെപ്റ്റ്സ്. ദെൻ നെക്സ്റ്റ് വൺ, ദ എമൗണ്ട് ഓഫ് ഡെപ്റ്റ് ഷുഡ് ബി സെർട്ടൈൻ. ദ എമൗണ്ട് ഓഫ് ഡെപ്റ്റ് ഷുഡ് ബി സെർട്ടൈൻ. ശരിക്കും എത്രയാണോ ക്ലിയർ ചെയ്യേണ്ടത് വെച്ചാൽ ആ ക്ലിയർ ചെയ്യേണ്ട എമൗണ്ട്
certain amount ആയിരിക്കണം. The next one is the banker has a right to access the right before the garnishee order. Garnishee order ഒരു കോർട്ട് ഓർഡർ ഒക്കെ ഉള്ള പക്ഷം സെയിം അവിടെ വരുന്ന കോർട്ട് ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ള റൈറ്റ് ഓഫ് സെറ്റ് ഓഫിന് ശേഷം മാത്രമേ ബാങ്കർ എന്ത് ചെയ്യാനുള്ളൂ, ബാക്കി എമൗണ്ട് സറണ്ടർ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ എന്താ പറയുക ഫ്രീസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് ബാങ്കർ മേ എക്സസ് റൈറ്റ് അറ്റ് ഹിസ് ഡയറക്ഷൻ. അതായത് വേറെ ഏതെങ്കിലും ബ്രാഞ്ചുകളിലൊക്കെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ, ഈ ബാങ്കിൻ്റെ തന്നെ വേറെ ഏതെങ്കിലും ബാങ്കിൻ്റെ ബ്രാഞ്ചുകളിലൊക്കെ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് അക്കൗണ്ട്സ് സെറ്റ് ഓഫ് ചെയ്യാനുള്ള റൈറ്റ് ബാങ്കർക്കുണ്ട് ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ കസ്റ്റമർ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് റൈറ്റ് സെറ്റ് ഓഫ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ. ഇതാണ് സെക്കൻഡ് റൈറ്റ് എന്ന് പറയുന്നത്. ബാങ്കർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ആൻഡ് കമ്പൈൻ അക്കൗണ്ട്സ്. Then next point is right of appropriation rule in Clayton's case. Right of when there are several debt outstanding between the customer and the banker, there will be a confusion regarding which debt is to be discharged by the banker when the payment made by the customer is not sufficient to discharge all debt. അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വീതിച്ചു കൊടുക്കുക. അപ്രോപ്രിയേഷൻ അവിടെ വെൻ ദർ ആർ സെവറൽ ഡെപ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദ കസ്റ്റമർ ആൻഡ് ദ ബാങ്കർ, കസ്റ്റമറും ബാങ്കറും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ദെൻ സെവറൽ ഡെപ്റ്റ് മേ ബി ഔട്ട്സ്റ്റാൻഡിങ്. ഒരു ലോണെന്നല്ല, ഒന്നിൽ കൂടുതൽ ലോണുകൾ എടുക്കുകയും ഒന്നിൽ കൂടുതൽ ലോണുകൾ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ദെൻ കസ്റ്റമർ അടയ്ക്കുന്ന എമൗണ്ട് അത് ഇപ്പോൾ വെഹിക്കിൾ ലോൺ ഉണ്ടാവാം, അതുപോലെ തന്നെ ഹോം ലോൺ ഉണ്ടായിരിക്കാം, അല്ലെ ഹൗസിംഗ് ലോൺ ഉണ്ടായിരിക്കാം, വെഹിക്കിൾ ലോൺ ഉണ്ടായിരിക്കാം, പേഴ്സണൽ ലോണുകൾ ഉണ്ടായിരിക്കാം. ഒരേ ബാങ്കിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോണുകൾ നമുക്കുണ്ടെങ്കിൽ ദെൻ അതിൽ നമ്മൾ ഏകദേശം ഒരു 30,000 റുപ്പീസാണ് പേ ചെയ്യേണ്ടെങ്കിൽ കൂടി ഈ 30,000 റുപ്പീസ് ഏതൊക്കെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം. അങ്ങനെ എങ്ങനെയാണ് അവിടെ അത് വീതിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് കൺഫ്യൂഷനാണ്. കാരണം പല ലോണുകളിലേക്കും വേണ്ടി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഏതാണ് അതിനെടുക്കേണ്ട പ്രിഫറൻസ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു കേസ് പ്രകാരം എങ്ങനെയാണ് ഇത് അപ്പോർഷൻ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ പറയുന്നത് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ, ബാങ്കർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? ശരിയായിട്ടുള്ള എമൗണ്ടുകൾ വീതിച്ചു കൊടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ദെൻ അവിടെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, ഹൗസിംഗ് ലോൺ ഉണ്ടെന്ന് പറഞ്ഞു, വെഹിക്കിൾ ലോൺ ഉണ്ട് പറഞ്ഞു, പേഴ്സണൽ ലോൺ ഉണ്ടെന്ന് പറഞ്ഞു. ഈ മൂന്നും ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ആണെങ്കിൽ ഒരു 50,000 റുപ്പീസ് ഒരു കസ്റ്റമർ തന്നിട്ടുണ്ടെങ്കിൽ എത്ര ശതമാനം ഫസ്റ്റ് ലോണിലേക്കും, എത്ര പെർസെൻറ്റേജ് സെക്കൻഡ് ലോണിലേക്കും, എത്ര പെർസെൻറ്റേജ് തേർഡ് ലോണിലേക്കും അപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും, വീതം വെച്ച് കൊടുക്കേണ്ടി വരും. ഇതെങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്? ആ ഒരു ക്ലോസിനെയാണ് നമ്മളെന്ത് പറയുന്ന റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ when there are several debt outstanding between the customer and the banker, there will be a confusion regarding which debt is to be discharged by the banker when the payment made by the customer is not sufficient to discharge all debt. എന്നാൽ ഈ കസ്റ്റമർ തന്നിരിക്കുന്ന തുക മുഴുവനായിട്ടും 3 അക്കൗണ്ടുകളുടെയും ബാലൻസ് ക്ലിയർ ചെയ്യാനുള്ള ബാലൻസ് ഇല്ലാത്ത പക്ഷം ഇതെങ്ങനെയാണ് വീതിച്ചു കൊടുക്കുക? The general rule is that customer has got the first preference and can get direct to the banker to the appropriate the amount to any debt he likes. അവിടെ പറയുന്ന പോയിന്റിൽ അത്തരം സിറ്റുവേഷനിൽ ബാങ്കറെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർക്കായിരിക്കും പ്രിഫറൻസ്. കസ്റ്റമർ ആവശ്യപ്പെടുന്ന പകരം ഈ ലോണിലേക്ക് ഇത്ര ശതമാനം അടച്ചിരിക്കണം എന്ന് കസ്റ്റമർ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫസ്റ്റ് പ്രിഫറൻസ് ഗോസ് ടു ദ കസ്റ്റമർ. കണ്ടോ, അതിനുള്ള റൈറ്റ് ആർക്കാണ്? കസ്റ്റമർക്കാണുള്ളത്. ദ ജനറൽ റൂൾ ഈസ് ദ കസ്റ്റമർ ഹാസ് ഗോട്ട് ദ ഫസ്റ്റ് പ്രിഫറൻസ് ആൻഡ് ക്യാൻ ഡയറക്റ്റ് ദ ബാങ്കർ ടു അപ്രോപ്രിയേറ്റ് ദ എമൗണ്ട് ടു എനി ഡെപ്റ്റ് ഹി ലൈക്സ്. ഏത് ഡെപ്റ്റാണ് ക്ലിയർ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ആരായിരിക്കും? ഈ പറയുന്ന ഡെപ്റ്റർ ആയിരിക്കും. അത് കസ്റ്റമർ ആയിരിക്കും അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. The customer has a right to say the money should be transferred to a particular account or should be applied for the payment of particular debtor for meeting certain checks or bill. ഇനി അത് പറയാത്ത പക്ഷം ബാങ്കർക്ക് ചെയ്യാവുന്നതാണ്. Then ഇവിടെ the customer has a right to say the money should be transferred to a particular account or should be applied for the payment of a particular debtor for meeting certain checks or bills.
The rule in this regard are, first one is, the banker is bound to appropriate the amount according to specific information given by the customer irrespective of the state of accounts. അവിടെ ഫസ്റ്റ് പറയുന്ന പോയിന്റിൽ ബാങ്കർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, ബാങ്കർക്ക് ഫസ്റ്റ് പോയിന്റ് അതാണ്, ബാങ്കർക്ക് കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം ആ എമൗണ്ട് അപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കണ്ടോ, അവിടെ ഫസ്റ്റ് വൺ എങ്ങനെയാണ് അത് നടപ്പിലാക്കുക? ദ റൂൾ ഇൻ ദിസ് റിഗാർഡ്, അപ്രോപ്രിയേഷൻ, റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ, വീതിച്ചു കൊടുക്കുക എന്ന് പറയുന്നതിൽ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ദ ബാങ്കർ ഈസ് ബൗണ്ട് ടു അപ്രോപ്രിയേറ്റ് ദ എമൗണ്ട് അക്കോർഡിംഗ് ടു ദ സ്പെസിഫിക് ഇൻഫർമേഷൻ ഗിവൺ ബൈ ദ കസ്റ്റമർ ഇറസ്പെക്റ്റീവ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് അക്കൗണ്ട്സ്. ദെൻ അവിടെ കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം ബാങ്കർക്ക് ഓരോ ലോണിലേക്കും അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം വീതിച്ചു കൊടുക്കാവുന്നതാണ്. ഇഫ് ദ കസ്റ്റമർ ഡസ് നോട്ട് മേക്ക് എനി സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ, ദ ബാങ്കർ ക്യാൻ അപ്രോപ്രിയേറ്റ് ആൻഡ് അപ്ലൈ ദ പേയ്മെൻറ്റ് ഇവൻ ടു ടൈം ബാർഡ് ഔട്ട്. അതെല്ലാം കസ്റ്റമർ ഒന്നും തന്നെ പറയാത്ത പക്ഷം ബാങ്കർക്ക് ടൈം ബാർ വെച്ചുകൊണ്ട്, ടൈം ബാർ വെച്ചാൽ ഏറ്റവും ആദ്യം എടുത്തിരിക്കുന്ന ലോൺ ഏതാണോ പെൻഡിങ് ആയിട്ടുള്ളത്, ഏറ്റവും ആദ്യം പെൻഡിങ് ആയിട്ടുള്ളത് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ടൈം ബാർഡ് ഡെപ്റ്റ് ഉണ്ടാവും. ആ ടൈം ബാർ വെച്ചുകൊണ്ട് ആദ്യത്തെ ലോണിലേക്ക് ആദ്യം, സെക്കൻഡ് ലോണിലേക്ക് എന്നുള്ള രീതിയിൽ ബാങ്കർക്ക് അപ്രോപ്രിയേഷൻ നടത്താവുന്നതാണ്. ആ എമൗണ്ട് വീതം വെച്ച് കൊടുക്കാവുന്നതാണ്. Then third point, in the case neither the banker nor the customer exercise the right of appropriation, then the rule in Clayton's case is applicable. ഇനി കസ്റ്റമറും പറയുന്നില്ല ബാങ്കറും പറയുന്നില്ല എങ്കിൽ എങ്ങനെയാണ് ഇത് വീതം വെച്ച് കൊടുക്കുക എന്നുള്ളത് ക്ലൈറ്റൺസ് കേസ് പ്രകാരം വന്നിരിക്കുന്ന ആ ഒരു റിസൾട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഇൻ ഇന്ത്യ ദ റൂൾ ഈസ് ക്ലേറ്റൺസ് കേസ് ഈസ് സ്പെസിഫിക്കലി ഇൻക്ലൂഡഡ് ഇൻ സെക്ഷൻ 61 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 61 പ്രകാരം ക്ലേറ്റൺസ് റൂളിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ. അക്കോർഡിംഗ് ടു ദിസ് റൂൾ, വെർ എൻ അക്കൗണ്ട് ഗോസ് ഇൻ ടു ഡെബിറ്റ്, ഒരു അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ ദ ഫസ്റ്റ് ഐറ്റം ഓൺ ദ ഡെബിറ്റ് സൈഡ് ഈസ് ഡിസ്ചാർജ്ഡ് ബൈ ദ ഫസ്റ്റ് ഐറ്റം ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. ദെൻ അതിൻ്റെ സെറ്റ് ഓഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഐറ്റം ഓഫ് ദ ഡെബിറ്റ് സൈഡ് വിൽ ബി സെറ്റ് ഓഫ് ആസ് റിലേറ്റഡ് ടു ഫസ്റ്റ് ഐറ്റം ഓഫ് ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ കസ്റ്റമർ. ഒരു കസ്റ്റമറുടെ ആദ്യം വന്നിരിക്കുന്ന പൈസ ആദ്യത്തെ ഡെബിറ്റ് ബാലൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. അതായത് ഇപ്പോൾ കറണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ഈ അക്കൗണ്ട് വന്നിരിക്കുന്ന ആദ്യം നമ്മൾ ക്ലോസ് ചെയ്യേണ്ടത് ഏതാണോ ആദ്യം ഡിലേ വന്നിരിക്കുന്നത് ദെൻ ആ അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. ഇങ്ങനെയാണ് അപ്രോപ്രിയേഷൻ നടത്തേണ്ടത്. ഇൻ ദ കേസ് ദ കസ്റ്റമർ ഓസ് സെവറൽ ഡെബ്റ്റ്, the payment should be applied in discharge of debt in order of date and time. In case the debts are if the same date, the money should be appropriated in the payment of each debt proportionately. Then in the case of debt are if the same date, ഡെപ്റ്റ് എല്ലാം തന്നെ സെയിം ഡേറ്റിലാണെന്നുണ്ടെങ്കിൽ ദ മണി ഷുഡ് ബി അപ്രോപ്രിയേറ്റഡ് ഇൻ പേയ്മെൻറ്റ് ഓഫ് ഈച്ച് ഡെപ്റ്റ് പ്രൊപ്പോർഷനേറ്റ്ലി. അതല്ല രണ്ട് അക്കൗണ്ടിലും ഒരേ സമയമാണ് ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നതെങ്കിൽ ആ എമൗണ്ട് മതിയായിട്ടുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്ത് അപ്പോർഷൻ ചെയ്തിട്ടാണ് സെറ്റിൽ ചെയ്യേണ്ടത്. അപ്പോൾ 3 റൈറ്റ്സാണ് ബാങ്കറുടെ നമ്മൾ പറഞ്ഞത്. ഒന്ന് റൈറ്റ് ഓഫ് ജനറൽ ലെയിൻ, രണ്ടാമത് പറയുന്നത് എന്താ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ആൻഡ് കമ്പൈൻ അക്കൗണ്ട്. റൈറ്റ് സെറ്റ് ഓഫ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, അക്കൗണ്ട്സ് കമ്പൈൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ആൻഡ് കമ്പൈൻ അക്കൗണ്ട്സ്. മൂന്നാമത്തെ റൈറ്റ് പറയുന്നത് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എന്നുള്ളതാണ്. അപ്പോൾ റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ അവിടെ വീതം വെച്ച് കൊടുക്കാനുള്ള ബാങ്കറുടെ റൈറ്റിനെയാണ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. അവിടെ സെവറൽ ഡെപ്റ്റ് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ദ കസ്റ്റമർ ആൻഡ് ദ ബാങ്കർ, ദേ വിൽ ബി കൺഫ്യൂഷൻ റിഗാർഡിംഗ് വിച്ച് ഡെപ്റ്റ് ഈസ് ടു ബി ഡിസ്ചാർജ്ഡ് ബൈ ദ ബാങ്കർ വെൻ ദ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദ കസ്റ്റമർ ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു ഡിസ്ചാർജ് ഓൾ ദ ഡെപ്റ്റ്. എല്ലാ ഡെപ്റ്റുകളും ക്ലിയർ ചെയ്യാനുള്ള എമൗണ്ട് ഇല്ലാത്ത പക്ഷം ഏത് രീതിയിലായിരിക്കണം ഇത് സെറ്റ് ഓഫ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വീതിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിനെയാണ് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 3 തരത്തിലാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഫസ്റ്റ് കേസിൽ നമ്മൾ പറയുന്നത് എന്താ, ദ ബാങ്കർ ഈസ് ബൗണ്ട് ടു അപ്രോപ്രിയേറ്റ് ദ എമൗണ്ട് അക്കോർഡിംഗ് ടു ദ സ്പെസിഫിക് ഇൻഫർമേഷൻ ഗിവൺ ബൈ ദ കസ്റ്റമർ. കസ്റ്റമർ ആവശ്യപ്പെടുന്ന പക്ഷം കസ്റ്റമർ പറയുന്നത് പോലെ തന്നെ ആ ഡെപ്റ്റിലേക്ക് അത് എടുക്കാവുന്നതാണ്. കസ്റ്റമർ ഒന്നും പറയാത്ത പക്ഷം ബാങ്കർക്ക് വേണമെങ്കിൽ അത് അപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഇനി കസ്റ്റമറും ബാങ്കറും ആ ഒരു ഡിസിഷൻ എടുക്കാത്ത പക്ഷം അവിടെ ചെയ്യുന്നത് ക്ലെയ്റ്റൺസ് കേസ് പ്രകാരം റൈറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. ക്ലെയ്റ്റൺസ് കേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെബിറ്റ് അഡ്ജസ്റ്റഡ് വിത്ത് ഫസ്റ്റ് ക്രെഡിറ്റ് ബാലൻസ്. ഫസ്റ്റ് ഡെബിറ്റ് ഏതാണോ ഫസ്റ്റ് ഡെബിറ്റ് ആയിട്ട് നിൽക്കുന്നത് അത് ഏതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം, ഫസ്റ്റ് ക്രെഡിറ്റ് ബാലൻസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നതാണ് ക്ലെയ്റ്റൺസ് കേസ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സെക്ഷൻ 61 പ്രകാരമാണ് അതിനെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ദെൻ റൈറ്റ് ഓഫ് എ ബാങ്കർ എന്ന് പറയുന്നതിൽ നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് ടു ചാർജ് ഇൻട്രസ്റ്റ്, കമ്മീഷൻ ആൻഡ് ഇൻസിഡൻ്റൽ ചാർജസ്. നാലാമത്തെ പോയിന്റ് ഏതാ പറയുന്നത്? റൈറ്റ് ടു ചാർജ് ഇൻട്രസ്റ്റ്, കമ്മീഷൻ ആൻഡ് ഇൻസിഡൻ്റൽ ചാർജസ്. A banker has a right to charge interest for the advance it has granted to his customer. The interest may be simple interest or compound interest depending upon the terms of contract. The amount of interest is debited to the customer's account which subsequently becomes a part of debt due by the customer. In case of current account, the banker has a right to charge the incidental expenses. The banker has right to charge commission for the service rendered to its customers. ചില കേസുകളിൽ ബാങ്കർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട് എന്ന് പറയുന്നു? റൈറ്റ് ടു ചാർജ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇൻട്രസ്റ്റ് ആൻഡ് കമ്മീഷൻ ആൻഡ് ഇൻസിഡൻ്റൽ ചാർജസ്. കമ്മീഷനോ ഇൻട്രസ്റ്റോ കമ്മീഷനോ അതിന് ഇൻസിഡൻ്റൽ ചാർജസോ ചാർജ് ചെയ്യാനുള്ള ബാങ്കർക്ക് റൈറ്റ് ഉണ്ട്. അത് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക എന്ന് പറയുമ്പോൾ മുൻപേ പറഞ്ഞിരിക്കുന്ന കോൺട്രാക്റ്റ് പ്രകാരം അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ എങ്കിൽ അതെന്താണോ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട രീതിയിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ ദ എമൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഡെബിറ്റഡ് ദ കസ്റ്റമേഴ്സ് അക്കൗണ്ട് വിത്ത് സബ്സിക്വൻ്റ്ലി ബിക്കംസ് എ പാർട്ട് ഓഫ് ഡെപ്റ്റ് ഡ്യൂ ബൈ ദ കസ്റ്റമർ. In case of current account, the banker has a right to charge incidental expenses. The banker has right to charge commission for the service rendered by the rendered to its customers. വേറെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സർവീസസ് ഒക്കെ കസ്റ്റമർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സർവീസസിന് ആവശ്യമായിട്ടുള്ള ചില കമ്മീഷൻസ് ഒക്കെ ചാർജ് ചെയ്യാറുണ്ട്. ഇതാണ് റൈറ്റ്സ് ഓഫ് എ ബാങ്കർ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് റൈറ്റ് ഓഫ് എ കസ്റ്റമർ. ഒരു കസ്റ്റമർക്കുള്ള റൈറ്റ്സ്, ഇപ്പോൾ ബാങ്കറുടെ റൈറ്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി ഒരു കസ്റ്റമർക്കുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ്? ദ കസ്റ്റമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 envisages protection to the consumers and settling of consumers dispute with the help of appropriate authorities set up under the act. A customer of a bank has a right to approach with his or her complaint to the consumer dispute redressal forum, properly known as district forum. അതായത് ഒരു കസ്റ്റമറുടെ റൈറ്റ് നമുക്ക് തന്നിരിക്കുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പ്രകാരം ഒരു കസ്റ്റമർക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമുള്ള എല്ലാ റൈറ്റ്സും അവൈലബിൾ ആണ്. എ കസ്റ്റമർ ഓഫ് എ ബാങ്ക് ഹാസ് എ റൈറ്റ് ടു അപ്രോച്ച് ഹിസ് ഓൺ ഹെർ കംപ്ലൈൻറ്റ് ടു ദ കസ്റ്റമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഫോറം. ദെൻ അവിടെ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഫോറം വഴി കസ്റ്റമർക്ക് എന്താ പറയുക കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ദിറ്റ് ഈസ് പ്രോപ്പർലി നോൺ ആസ് ഡിസ്ട്രിക്ട് ഫോറം. ഇത് സാധാരണ രീതിയിൽ ഡിസ്ട്രിക്ട് ഫോറം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ദെൻ അവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ ഈച്ച് ഡിസ്ട്രിക്ട് ഹാസ് പെർ പ്രൊവിഷൻസ് ഓഫ് ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ദ കംപ്ലൈൻറ്റ് മേ ബി റിലേറ്റ് ടു ദ ഫോളോയിങ്. എത്തരത്തിലുള്ള പരാതികളൊക്കെയാണ് കൊടുക്കാനായിട്ട് സാധിക്കുക? എനി ഫോൾട്ട്, ഇംപെർഫെക്ഷൻ, shortcoming or inadequacy in the quality, quantity, nature and manner of performance. ഒരു കസ്റ്റമർക്ക് ചെയ്തു കൊടുക്കേണ്ട സേവനത്തിൽ എന്തെങ്കിലും ഫോൾട്ടുകൾ വരുത്തുകയോ അല്ലെങ്കിൽ പെർഫെക്ഷൻ ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയോ ആഡിക്വേറ്റ് അല്ലാത്ത രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൺസ്യൂമർക്ക് എന്ത് ചെയ്യാവുന്നതാണ്? പരാതിപ്പെടാവുന്നതാണ്. ദെൻ സെക്കൻഡ് വൺ ഈസ് എനി അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് അഡോപ്റ്റഡ് ബൈ ദ ബാങ്കർ. ഏതെങ്കിലും തെറ്റായിട്ടുള്ള ട്രേഡ് പ്രാക്ടീസ് ബാങ്കറുടെ ഭാഗത്ത് നിന്ന് കസ്റ്റമർക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് അപ്പോഴും എന്ത് ചെയ്യാവുന്നതാണ്? പരാതി കൊടുക്കാവുന്നതാണ്. ദ ഡിസ്ട്രിക്ട് ഫോറം ഈസ് empowered to make the following orders if the allegations in the complaint are true: to return the customer the charges paid by the customer, to return to the customer the charges paid by the customer. അങ്ങനെയാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചാർജുകൾ കസ്റ്റമർ ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ചാർജുകൾ ക്ലെയിം ചെയ്യാവുന്നതാണ്. To pay such an amount as may be awarded by the forum as compensation to the customer. To remove the defect of deficiencies in service in question. To discontinue the unfair trade practices or not to repeat it. To provide for adequate cost to the parties to the dispute.
Then any person aggrieved by an order of the district forum may file an appeal to the state commission with a period of 30 days. അതായത് നമുക്ക് ഡിസ്ട്രിക്ട് ഫോറത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഓർഡറിൽ നമ്മൾ അൺസാറ്റിസ്ഫൈഡ് ആവുന്ന പക്ഷം നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതാണ്. എനി പേഴ്സൺ അഗ്രീവ്ഡ് ബൈ ആൻ ഓർഡർ ഓഫ് ദ ഡിസ്ട്രിക്ട് ഫോറം മേ ഫയൽ ആൻ അപ്പീൽ ടു ദ സ്റ്റേറ്റ് കമ്മീഷൻ വിത്തിൻ എ പീരീഡ് ഓഫ് 30 days. 30 ദിവസത്തിനുള്ളിൽ തന്നെ പരാതി കൊടുക്കാവുന്നതാണ്. മേ പ്രിഫർ ആൻ അപ്പീൽ അഗെയിൻസ്റ്റ് സച്ച് ഓർഡർ ടു നാഷണൽ കമ്മീഷൻ വിത്ത് എ പീരീഡ് ഓഫ് 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഓർഡർ. And then next one is the aggrieved person can also file an appeal to the Supreme Court against the order of the National Commission. മാത്രമല്ല അവിടെ നാഷണൽ കമ്മീഷനിൽ പരാതി കൊടുക്കാവുന്നതാണ് വിത്തിൻ ദ പീരീഡ് ഓഫ് 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ദി ഓർഡർ. അപ്പോൾ ഇവിടെ ഒരു കൺസ്യൂമർക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ പരാതിപ്പെടാവുന്നതാണ്, ബാങ്കർക്കെതിരെ പരാതി കൊടുക്കാവുന്നതാണ്. ഈ പരാതി കൊടുക്കുന്നത് ആദ്യം ഡിസ്ട്രിക്ട് ലെവലിലുള്ള അപേക്ഷകൾ കൊടുക്കാം. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും അപ്പീൽ പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ അപ്പീൽ കൊടുക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ നമുക്ക് അവിടെ നാഷണൽ ലെവലിൽ അപ്പീൽ കൊടുക്കാവുന്നതാണ്. ദെൻ അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ സുപ്രീം കോർട്ട് വരെയും നമുക്ക് എന്ത് കൊടുക്കാവുന്നതാണ്, അപ്പീൽ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എത്രയാണ് അതിൽ പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക്കുകൾ റൈറ്റ് ഓഫ് എ ബാങ്കർ, റൈറ്റ് ഓഫ് എ കസ്റ്റമർ. ഒരു കസ്റ്റമറുടെ റൈറ്റ്സ് നമുക്ക് എങ്ങനെയാണ് അവൈലബിൾ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്ക് ആ കസ്റ്റമറുടെ റൈറ്റ്സ് കിട്ടുന്നത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം പറഞ്ഞിരിക്കുന്ന, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പ്രകാരം പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ടുള്ള പ്രൊട്ടക്ഷനാണ് ഒരു കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ വളരെ വലിയൊരു പോർഷനാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഒന്നുകൂടെ ഞാൻ ആ ടോപ്പിക്കിനെ കുറിച്ച് പറയാം, ഏതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്നുള്ളതിൽ. ദെൻ ഫസ്റ്റ് വൺ ഈസ് ഡിഫൈൻ കസ്റ്റമർ. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എന്താ? എ കസ്റ്റമർ സിംപ്ലി ബൈ ഓപ്പണിങ് ആൻ അക്കൗണ്ട്. ആരാണോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അയാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കസ്റ്റമർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ദെൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, പഠിക്കാതെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ. ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമുക്ക് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക? ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ജനറൽ റിലേഷൻഷിപ്പ് ആൻഡ് സ്പെഷ്യൽ റിലേഷൻഷിപ്പ്. രണ്ട് തരത്തിലാണ് ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്താണ് ജനറൽ റിലേഷൻ? പൊതുവായിട്ടുള്ള ചില റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ജനറൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എന്നാൽ സ്പെഷ്യൽ ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പിനെയാണ് സ്പെഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ദെൻ അവിടെ ഫസ്റ്റ് വൺ ഈസ് ജനറൽ റിലേഷൻഷിപ്പിലെ ഫസ്റ്റ് 3 ടൈപ്സിലാണ് ജനറൽ റിലേഷൻഷിപ്പ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്, ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്, ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി റിലേഷൻഷിപ്പ്, ആൻഡ് ഓൾസോ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ് റിലേഷൻഷിപ്പ്. ചില സിറ്റുവേഷൻസിലെ ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ്. ചില സിറ്റുവേഷൻസിലെ ബാങ്കർ ആരായിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്? ഡെപ്റ്ററായിട്ടും. അതേസമയം തന്നെ അക്കൗണ്ട്സിൻ്റെ നാച്ചർ നോക്കിക്കൊണ്ട് ബാങ്കർക്ക് വേണമെങ്കിൽ എന്തായിട്ട് ആക്ട് ചെയ്യാം? സെയിം ടൈം ഡെപ്റ്റർ ആയിരിക്കാം, അതേസമയം തന്നെ ക്രെഡിറ്ററായിട്ടും ആക്ട് ചെയ്യാവുന്നതാണ്. പഠിച്ചിട്ടുണ്ട്. ദെൻ സെക്കൻഡ് വൺ ഈസ് ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി റിലേഷൻഷിപ്പ്. ഇൻ സച്ച് എ കേസസ് സം കേസ് ദ ബാങ്കർ ആക്ടിങ് ആസ് എ ട്രസ്റ്റി. ചില കേസിൽ ബാങ്കർ ട്രസ്റ്റി ആയിട്ട് ആക്ട് ചെയ്യുകയും കസ്റ്റമർ ബെനിഫിഷ്യറി ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ചെക്ക് ക്ലിയർ ചെയ്യുകയോ അല്ലെങ്കിൽ ബില്ല് ക്ലിയർ ചെയ്യാനായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ബാങ്കർ ആക്ടിങ് ആസ് എ ട്രസ്റ്റി. അവിടെ നമുക്കൊരു ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി റിലേഷൻഷിപ്പ് ഉണ്ട്. ദെൻ സംടൈംസ് ദ ബാങ്കർ ആക്ടിങ് ആസ് എൻ ഏജൻറ്റ് ബിഹാഫ് ഓഫ് ദ കസ്റ്റമർ. ചില സിറ്റുവേഷൻസിൽ ഒരു കസ്റ്റമർക്ക് വേണ്ടി ബാങ്കർ ആരായിട്ട് ആക്ട് ചെയ്യാറുണ്ട്? ദെൻ ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുകയും അതേസമയം കസ്റ്റമർ അവിടെ പ്രിൻസിപ്പലായിട്ട് ആക്ട് ചെയ്യുന്നു. ഇതാണ് ജനറൽ റിലേഷൻഷിപ്പ്. ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള ജനറൽ ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്, പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ് റിലേഷൻഷിപ്പ്, ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് കേസിൽ നമ്മൾ പഠിക്കുന്നത് വാട്ട് ഈസ് ദ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ. സ്പെഷ്യൽ റിലേഷൻഷിപ്പിലെ ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള സ്പെഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒബ്ലിഗേഷൻസ് ഓഫ് എ ബാങ്കർ ആൻഡ് റൈറ്റ്സ് ഓഫ് എ ബാങ്കർ. ഇതാണ് അവിടെ നമ്മൾ പഠിക്കുന്ന പോയിന്റ്. അതിൽ ഒബ്ലിഗേഷൻസ് ഓഫ് എ ബാങ്കർ, ബാങ്കർക്ക് ഒരു കസ്റ്റമറോടുള്ള കടമകളെയും കടപ്പാടുകളെയും ആണ് നമ്മളവിടെ എന്ത് പറയുന്നത്? ഒബ്ലിഗേഷൻസ് ഓഫ് എ ബാങ്കർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ. ആ ഒബ്ലിഗേഷൻസ് ഓഫ് എ ബാങ്കറിൽ 2 തരത്തിലുള്ള ഒബ്ലിഗേഷൻസ് ആണ് സാധാരണ രീതിയിൽ ബാങ്കർക്ക് കസ്റ്റമറോട് ഉണ്ടായിരിക്കുന്ന ഒബ്ലിഗേഷൻ. അവിടെ എന്താണ്? ഒബ്ലിഗേഷൻ ടു ഹോണർ ദ ചെക്സ്, ചെക്ക് ഹോണർ ചെയ്ത് കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി, ഒബ്ലിഗേഷൻ ആർക്കുണ്ട്? ബാങ്കർക്കുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒബ്ലിഗേഷൻ ടു ഹോണർ ദി ചെക്സ്
അതായത് സഫിഷ്യൻറ്റ് ഫണ്ട് ഉണ്ടായിരിക്കണം, അപ്ലിക്കബിലിറ്റി ഓഫ് ഫണ്ട് ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ അപ്ലൈ ചെയ്തിരിക്കണം, ബാങ്കർ ഡ്യൂലി റിക്വയർഡ് ടു പേ, പ്രസൻറ്റഡ് വിത്തിൻ ദ റീസണബിൾ ടൈം, നോ ഗാർണിഷ് ഓർഡർ ഓർ അറ്റാച്ച്മെൻറ്റ് ഓർഡർ. ഇങ്ങനെയൊന്നും അല്ലാത്ത പക്ഷം ബാങ്കർക്ക് തീർച്ചയായിട്ടും ഒരു കസ്റ്റമറുടെ ചെക്ക് ഓണർ ചെയ്ത് കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒബ്ലിഗേഷൻ ഉണ്ട്. അതായത് ഗാർണിഷ് ഓർഡറോ കോർട്ട് ഓർഡറോ ഇല്ലാത്ത പക്ഷം ശരിയായിട്ടുള്ള മോഡിൽ തന്നെയാണത് അപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ, മോഡ് ഓഫ് അത് ശരിയായിട്ടുള്ള സമയത്ത് തന്നെ ശരിയായിട്ടുള്ള മോഡ് ഓഫ് ട്രാൻസാക്ഷനിലൂടെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, ചെക്ക് ഓണർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതാണ് ഫസ്റ്റ് കേസിൽ നമ്മളിവിടെ പറയുന്നത് ഒബ്ലിഗേഷൻസ് ഓഫ് എ ബാങ്കർ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പിന്നെ ഒബ്ലിഗേഷൻസ് ഓഫ് എ ബാങ്കർ വേറെ ഒബ്ലിഗേഷൻ ടു മെയിൻറ്റെയിൻ ദ സീക്രസി ഓഫ് അക്കൗണ്ട്സ്. അതായത് ഒരു കാരണവശാലും ബാങ്കർ എന്ത് പറയാനായിട്ട് പാടില്ല, ഒരു കസ്റ്റമറുടെയും അക്കൗണ്ട് ഡീറ്റെയിൽസ് വെളിപ്പെടുത്താനായിട്ട് പാടില്ല. അത് ചില സിറ്റുവേഷൻസ് ഉണ്ട്, എക്സെപ്ഷൻ കേസ് ഉണ്ട്, ഇൻകം ടാക്സ്, ഗവൺമെൻറ് ഓർഡർ, കമ്പനീസ് ആക്ട് പ്രകാരമൊക്കെ ചില സിറ്റുവേഷൻസിൽ വേണമെങ്കിൽ നല്ല ഓർഡർ പ്രകാരം ആര് റെസ്പോൺസിബിളായിട്ട് വരാം, ബാങ്കർ റെസ്പോൺസിബിളായിട്ട് വരാം. അവിടെ ഒബ്ലിഗേഷൻ ടു മെയിൻറ്റെയിൻ ദ സീക്രസി ഓഫ് അക്കൗണ്ട്സ് ഇറ്റ് ഈസ് അതിൽ നമ്മൾ 2 പോയിൻ്റാണ് പഠിക്കേണ്ടത്. Obligations of a banker to honor the checks of the customer. Obligation of a banker to maintain the secrecy of accounts. ആണോ, അവിടെ ചില ലീഗൽ നെസസിറ്റി വരുമ്പോൾ ബാങ്കർക്ക് അത് ഡിസ്ക്ലോസ് ചെയ്യാം. അതേപോലെ തന്നെ ബാങ്കിങ് പ്രാക്ടീസ് മുഖേന ഡിസ്ക്ലോസ് ചെയ്യാം. ഡിസ്ക്ലോഷർ ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ്, പൊതു താല്പര്യത്തെ മാനിച്ചുകൊണ്ട് ചിലപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒബ്ലിഗേഷൻസ് ഓഫ് എ ബാങ്കർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്ന ടോപ്പിക്ക് കോൺസിക്വൻസസ് ഓഫ് എ റോങ്ഫുൾ ഡിസിഷൻ. ആ കോൺസിക്വൻസസ് ഓഫ് റോങ്ഫുൾ ഡിസിഷൻ. നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് ഓഫ് എ ബാങ്കറാണ്. റൈറ്റ്സ് ഓഫ് എ ബാങ്കർ എന്ന് പറയുന്നതിൽ 2 തരത്തിലുള്ള റൈറ്റ്സിനെയാണ് നമ്മൾ പറയുന്നത്. ദെൻ അവിടെ റൈറ്റ്സ് ഓഫ് എ ബാങ്കർ, റൈറ്റ് ഓഫ് ജനറൽ ലെയിൻ, റൈറ്റ് ഓഫ് ജനറൽ ലെയിൻ, റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്, റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ. റൈറ്റ് ഓഫ് ജനറൽ ലെയിനിലെ റൈറ്റ് ഓഫ് പർട്ടിക്കുലർ ലെയിൻ ആൻഡ് റൈറ്റ് ഓഫ് ജനറൽ ലെയിൻ, അതിൽ സ്പെഷ്യൽ ഫീച്ചേഴ്സ് റിലേറ്റിംഗ് ടു ബാങ്കേഴ്സ് റൈറ്റ് ഓഫ് ജനറൽ ലെയിൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. തൊട്ട് മുൻപത്തെ ക്ലാസ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ ബാങ്കേഴ്സ് റൈറ്റ് ഓഫ് ജനറൽ ലെയിൻ, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എക്സെപ്ഷൻ കേസ് ടു ദ റൈറ്റ് ഓഫ് ജനറൽ ലെയിൻ കൂടെ നമുക്കവിടെ ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ആൻഡ് കമ്പൈൻ അക്കൗണ്ട്സ്. ചില അക്കൗണ്ട്സുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും ഈക്വലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ആൻഡ് കമ്പൈൻ അക്കൗണ്ട്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ. അതായത് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് വരികയാണെങ്കിൽ, ഔട്ട്സ്റ്റാൻഡിങ് വരികയാണെങ്കിൽ ആ എമൗണ്ട് എങ്ങനെയാണ് അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് ബാങ്കർ തീരുമാനിക്കുന്ന പ്രോസസ്സിനെയാണ് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ. റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എപ്പോഴും ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ആരുമായിട്ട് റിലേറ്റഡ് ആണ്, കസ്റ്റമറുമായിട്ട് റിലേറ്റഡ് ആണ്. കസ്റ്റമർ പറയുന്ന പക്ഷം അതിനാണ് ഫസ്റ്റ് പ്രിഫറൻസ്, അല്ലെങ്കിൽ ബാങ്കർക്ക് ആവശ്യപ്പെടാം. അതുമല്ലെങ്കിൽ ആസ് പെർ ദി ക്ലെയ്റ്റൺസ് കേസ് പ്രകാരവും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. Then last one is right to charge interest, commission and incidental charges. അവിടെ right to charge interest ചാർജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതേസമയം തന്നെ കമ്മീഷൻസ് ചാർജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ ഇൻസിഡൻ്റൽ ചാർജസ് അതുകൂടെ ചാർജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ ലാസ്റ്റ് ടോപ്പിക് റൈറ്റ് ഓഫ് എ കസ്റ്റമർ. റൈറ്റ് ഓഫ് എ കസ്റ്റമറിൽ ഒരു കസ്റ്റമർക്ക് ഉണ്ടായിരിക്കേണ്ട റൈറ്റ് ആസ് പെർ ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കസ്റ്റമർക്ക് നേരിടുന്ന പരാതികൾ ആദ്യം ഡിസ്ട്രിക്ട് ലെവലിലും പിന്നെ അതിനുശേഷം പരാതികളുണ്ടെങ്കിൽ സ്റ്റേറ്റ് ലെവലോ അതിനുശേഷം വീണ്ടും നാഷണൽ ലെവലിലോ അപ്പീൽ പോകാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റ് സുപ്രീം കോർട്ട് വരെ ഒരു കസ്റ്റമർക്ക് അപ്പീൽ കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇതാണ് ഒരു ബാങ്കറുടെ നടപടിക്കെതിരെ ഒരു കസ്റ്റമർക്ക് ചെയ്യാവുന്ന റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റൈറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ടോപ്പിക് ടൈപ്സ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നതാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് കവർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.